2014 AR മുരുകദോസ് സംവിധാനം ചെയ്ത് വിജയ് നായകനായി എത്തിയ കത്തി എന്ന സിനിമയിലൂടെ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വന്നവരാണ് ലൈക്ക പ്രൊഡക്ഷൻസ്. ചിത്രം വൻ വിജയമായതോടെ ലൈക്ക പ്രൊഡക്ഷൻസ് തമിഴിൽ അവരുടെ സ്ഥാനമുറപ്പിച്ചു. തുടർന്ന് അവർ നിരവധി വിജയ സിനിമകൾ നിർമ്മിക്കുകയും ബോക്സ് ഓഫീസിൽ കോടികൾ കൊയ്യുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്ര നല്ല സമയമല്ല ലൈക്കയ്ക്ക്. സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും മോശം പ്രതികരണം നേടുകയും ചെയ്തതോടെ ലൈക്ക പ്രൊഡക്ഷൻസ് പ്രതിസന്ധിയിലായി. എന്നാൽ ഇപ്പോൾ പഴയ പ്രതാപത്തിലേക്ക് എമ്പുരാനിലൂടെ തിരിച്ചുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് അവർ. ചന്ദ്രമുഖി 2, മിഷൻ ചാപ്റ്റർ 1, ലാൽ സലാം, ഇന്ത്യൻ 2, വേട്ടയാൻ എന്നിവയാണ് ലൈക്കയുടേതായി അവസാനം പുറത്തിറങ്ങിയ 5 സിനിമകൾ. മോശം പ്രതികരണങ്ങൾ നേടിയ ഈ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തിയ കാഴ്ചയാണ് ഉണ്ടായത്. ഇതിൽ ചന്ദ്രമുഖി 2, മിഷൻ ചാപ്റ്റർ 1, ലാൽ സലാം, ഇന്ത്യൻ 2 എന്നിവ വലിയ പരാജയമായപ്പോൾ രജനികാന്ത് നായകനായെത്തിയ വേട്ടയാൻ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിലും വലിയ നേട്ടമുണ്ടാക്കാതെ പോയി. അജിത്തിനെ നായകനാക്കി മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത വിടാമുയർച്ചയാണ് ലൈക്കയുടെ നിർമ്മാണത്തിൽ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ. സമ്മിശ്ര പ്രതികരണം നേടുന്ന സിനിമ വമ്പൻ ഓപ്പണിംഗ് ആണ് ആദ്യ ദിനം സ്വന്തമാക്കിയത്. എന്നാൽ രണ്ടാം ദിവസം കളക്ഷനിൽ വലിയ ഇടിവാണ് ഉണ്ടായതെന്ന് കണക്കുകൾ പുറത്തുവരുന്നത്. കളക്ഷനിൽ 66% ഇടിവാണ് ഉണ്ടായതെന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. ഇതോടെയാണ് എമ്പുരാനിലേക്ക് പ്രതീക്ഷകൾ തിരിഞ്ഞത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാനാണ് ഇനി ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന സിനിമ. ആശീർവാദ് സിനിമാസും സിനിമയുടെ നിർമ്മാണ പങ്കാളിയാണ്. ഈ ചിത്രത്തിലാണ് ഇപ്പോൾ വലിയ പ്രതീക്ഷ വെക്കുന്നത്. അങ്ങനെ സിനിമാ മേഖലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ലൈക്കയ്ക്കും മോളിവുഡ് സിനിമയ്ക്കും ഉണ്ടാവുന്നെങ്കിൽ അത് എമ്പുരാനിലൂടെ ആയിരിക്കും. ഇന്ത്യയെ ഗ്ലോബൽ എന്റർടൈൻമെന്റ് ഹബ്ബാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത് നിരവധി താരങ്ങൾ. വെള്ളിയാഴ്ച നടന്ന ലോക ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് വേവ്സ് സംഗമത്തിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ, ഷാറുഖ് ഖാൻ, മലയാളത്തിൽ നിന്നും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ ആഗോള എന്റർടൈൻമെന്റ് ഹബ്ബാക്കി മാറ്റുന്നതിന് താരങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിക്കലായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. വ്യവസായ രംഗത്ത് നിന്ന് റിലയൻസ് മേധാവി മുകേഷ് അംബാനി, മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മേധാവി ആനന്ദ് മഹീന്ദ്ര എന്നിവർ വീഡിയോ കോൺഫറൻസിൽ ഭാഗവാക്കായിരുന്നു. ദക്ഷിണേന്ത്യൻ സിനിമ പ്രതിദാനം ചെയ്ത് മോഹൻലാൽ, ചിരഞ്ജീവി, രജനികാന്ത് എന്നിവർ പങ്കെടുത്തു. ബോളിവുഡിൽ നിന്നും ബച്ചൻ, ഷാറുഖ് ഖാൻ, അമീർ ഖാൻ, അക്ഷയ് കുമാർ, രൺബീർ കപൂർ, ദീപിക പദുകോൺ, അനുപം ഖേർ, ശേഖർ കപൂർ, ഹേമ മാലിനി എന്നിവരുമുണ്ടായിരുന്നു. സംഗീത രംഗത്ത് നിന്നും AR റഹ്മാൻ, ദിൽജിത്ത് ദോസാഞ്ച് എന്നിവരും വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തു. വീഡിയോ കോൺഫറൻസിന്റെ ഭാഗങ്ങളും അത് സംബന്ധിച്ച വിവരങ്ങളും മോദി എക്സിൽ പങ്കുവച്ചു. വിനോദം, സർഗാത്മകത, സംസ്കാരം എന്നിവയുടെ ലോകത്തെ ഒന്നിപ്പിക്കുന്ന ആഗോള ഉച്ചകോടിയായ വേവ്സിന്റെ ഉപദേശ സമിതി യോഗം വിപുലമായി നടന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായവരാണ് ഉപദേശക ബോർഡ് അംഗങ്ങൾ. അവർ പങ്കുകൊണ്ട് പിന്തുണച്ചു എന്നത് മാത്രമല്ല, ഇന്ത്യയെ മികച്ചതാക്കാനുള്ള തങ്ങളുടെ ശ്രമങ്ങൾക്ക് വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് മോദി എക്സിൽ പങ്കുവച്ചത്.